ശ്രീ കെ ഡി കുഞ്ഞിക്കണ്ണൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓർഗനൈസർ ഒരു ലേഖനം പുറത്തിറക്കുന്നു, അത് അവർ തന്നെ പിൻവലിക്കുന്നു. ഓർഗനൈസർ ലേഖനം എഴുതുന്ന രീതി, ആരോപണം ഉന്നയിക്കുന്ന രീതി, അതിൽ ഉറച്ചു നിൽക്കുന്ന രീതി, ഉന്നയിക്കുന്ന എന്താണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം തികഞ്ഞ പ്രത്യയശാസ്ത്ര ബോധത്തോടെയാണ്. ആ പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളത് അവരുടെ തീരുമാനവുമാണ്. സാധാരണഗതിയിൽ ഓർഗനൈസറിന്റെ ലേഖനങ്ങൾ പുറത്തു വരിക. പക്ഷേ ആ ലേഖനം ക്രിസ്ത്യൻ സഭ കൈക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയെക്കുറിച്ചാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അത് ഓക്കെയാണ്. പക്ഷെ മുനമ്പമടക്കം വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ അതിന് തിരിച്ചടിയും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഓർഗനൈസറിന് സ്വന്തം ലേഖനം പിൻവലിക്കേണ്ടി വരുന്നത്. അപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കാണ്, ആശുപത്രികളുടെ കണക്കാണ്, ഇതൊക്കെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. മുട്ടിന് മതസ്ഥാപനങ്ങൾ എന്നുള്ളതല്ലല്ലോ. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും കണക്ക് പറഞ്ഞ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഏക്കറുകളുടെ 17 കോടി ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന് നോക്കൂ. അധ്വാനിച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് എന്തുമാകട്ടെ, സ്വത്തവകാശമുള്ള നാടല്ലേ, അത് പരിഗണിച്ചാൽ പോരെ. ആ വിഭാഗത്തിന് ഇത്രയുണ്ട്, ഈ വിഭാഗത്തിന് ഇത്രയുണ്ട് എന്ന രീതിയിൽ കണക്ക് കൂട്ടി പരപ്പിക്കുന്ന വിദ്വേഷം എന്തിനു വേണ്ടിയാണ്? ഇത് ആർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മാധു, സംഘപരിവാറിന്റെ RSSന്റെ ഒരു അജണ്ടയാണ് മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ. ഇത് ആഭ്യന്തര ഭീഷണിയായി കാണുന്ന 3 വിഭാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ വിവാഹം തൊട്ട് അവർ ഭൂരിപക്ഷം താമസിക്കുന്ന ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി, പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്നത്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇതെല്ലാം 30കളിലെ യൂറോപ്പിൽ, ജർമ്മനിയിലുണ്ടായ നാസി റേഷ്യൽ നിയമങ്ങൾക്ക് സമാനമായ, അതിനെ അനുസ്മരിപ്പിക്കുന്ന നിയമങ്ങളാണ്. ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതി വന്നു. ആ വഖഫ് നിയമ ഭേദഗതിക്ക് മുമ്പ് 1999 മുതൽ നമ്മളൊക്കെ ആ കാലത്ത് വളരെ വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ചർച്ച് ബില്ല് കൊണ്ടുവരാൻ BJP വലിയ ശ്രമം നടത്തി. ഈ രാജ്യത്തെ സ്വത്തുക്കളെല്ലാം ക്രിസ്ത്യാനികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അവർക്ക് ലഭിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ഈ സ്വത്തവകാശം, ഈ ഉടമസ്ഥത അനുവദിക്കാൻ പറ്റില്ല. അതൊക്കെ സ്റ്റേറ്റ് തിരിച്ചെടുക്കണം. ഇവർ ഈ സ്വത്തൊക്കെ വെച്ചുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിൽ ക്രിസ്ത്യാനിറ്റിയെ വ്യാപിപ്പിക്കുകയാണ്, മതപരിവർത്തനം നടത്തുകയാണ്. ഇതാണ് RSSന്റെ BJPയുടെ നയം. ആ നയത്തിൽ നിന്നുകൊണ്ട് അവർ എത്രയോ കാലം മുമ്പ് നടത്തിയ വളരെ മൈക്രോ തരത്തിലുള്ള പഠന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് ഈ ഓർഗനൈസർ അവർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്ന ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. ഈ വഖഫ് നിയമത്തെ തുടർന്ന് അവർ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് ചർച്ച് ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ്. ആ രീതിയിൽ നിയമനിർമ്മാണങ്ങൾ അണിയറക്കകത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചില ക്രിസ്ത്യാനികളെ പിടിച്ച് ഈ സുരേഷ് ഗോപിയെ പോലുള്ള മുന്നമാർ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സുരേഷ് ഗോപിയെ പോലുള്ള മുന്നമാർ ഈ രാജ്യത്ത് സംഘപരിവാറിന് അക്കൗണ്ടുകൾ തുറക്കാൻ, ഈ കേരളത്തിൽ ജയിച്ചു വരാൻ. കാരണം ഹിന്ദു സമുദായത്തിനകത്ത് BJPക്ക് ഒരു വേരോട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ. അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് നേമത്ത് യാദൃശ്യമായിട്ട് അവർ ജയിച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ അവർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൃശ്ശൂരിലെ ആ സീറ്റ്, ആ അക്കൗണ്ട് എന്തായാലും പൂട്ടിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ BJPക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ സെക്കുലർ സൊസൈറ്റിയെ ഒരു കാരണവശാലും ഒരു മതം പറഞ്ഞാലും അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോഴാണ് അവർ പുതിയൊരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിക്ക് പിറകിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളുമുണ്ട്. ഈ രാജ്യത്തെ ക്രൈസ്തവ സഭ, ലോകത്തെല്ലായിടത്തുമുള്ള ക്രൈസ്തവ സഭയെപ്പോലെ ആഗോള ഫണ്ടിങ് ഏജൻസികളുമായി, ആഗോള ചാരിറ്റി സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ ഏതെങ്കിലും പഴുത് ഉപയോഗിച്ച് ഇവരെ ഇൻകം ടാക്സുകാർക്കോ EDക്കാർക്കോ ഒക്കെ പിടിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളുടെ ഒരു നിഴലിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും KCBCയിലെ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, BJPക്ക് അനുകൂലമായിട്ട് ഒക്കെ തന്നെ പ്രസ്താവന ഇറക്കിക്കൊടുക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാ ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ ഓർഗനൈസറിൻ്റെ ഓൺലൈനിൽ വന്നിരിക്കുന്ന ലേഖനം അവർ പിൻവലിച്ചെങ്കിലും ആ ലേഖനത്തിൽ പറയുന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അവർ നീക്കങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു പുരോഹിതനും ഒരു ക്രൈസ്തവ മതവിശ്വാസിക്കും സമാധാനപരമായി ഇരിക്കാൻ കഴിയില്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെ നടന്നതുപോലുള്ള, അവരുടെ മതസ്വത്ത് കവർന്നെടുത്തതുപോലുള്ള, അതിനുള്ള നിയമം ഉണ്ടാക്കിയതുപോലെ തന്നെ ചർച്ച് നിയമം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവരുടെ അജണ്ടയാണ്. നമുക്കറിയാമല്ലോ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ വിജയദശമി നാളിൽ നാഗപ്പൂരിൽ RSSന്റെ തലവൻ നടത്തിയ പ്രസംഗത്തിൽ അവർ പ്രധാനമായിട്ട് ഊന്നിയത് 3 M ആണ്. മാർക്സിസ്റ്റുകൾ മാത്രമല്ല, അവർ മിഷണറിമാർ, അതേപോലെ തന്നെ മെക്കാളോ എന്ന് പറഞ്ഞ ആധുനിക വിദ്യാഭ്യാസം,
ഇതാണ് മെക്കാളോവിൻ്റെ കൊളോണിയൽ വിദ്യാഭ്യാസത്തെ അല്ല, ആധുനിക വിദ്യാഭ്യാസത്തെ. ഈ 3 എമ്മിനെ ഇല്ലാതാക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ക്രൈസ്തവ സഭയുടെ പുരോഹിതന്മാർ എന്ത് അഡ്ജസ്റ്റ് ചെയ്താലും, അവരെത്രത്തോളം വിനീതരായി നിന്നു കഴിഞ്ഞാലും അവർ മനസ്സിലാക്കേണ്ടത് അവരെയും തേടി ഇറങ്ങിയിരിക്കുകയാണ്. യഹൂദരെ മാത്രമല്ല, തൊഴിലാളി പ്രവർത്തകരെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും തേടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെയൊക്കെ ആ സമയത്ത് പിടിച്ചു കൊടുക്കാനുള്ള മുന്നമാരായിട്ട് സുരേഷ് ഗോപിമാര് ഇവിടെ കുപ്പായമിട്ട് നടക്കുന്നുണ്ട്. ആ കുപ്പായമിട്ട് നടക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്, പൊതു മതനിരപേക്ഷ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. അത് കഴിയുന്നില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു പതനത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തും. എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ എത്തപ്പെടും. വടക്കേ ഇന്ത്യക്ക് സമാനമായ, ഇവിടെ ഷിബു പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യക്ക് സമാനമായ കലാപങ്ങളോ സംഘർഷങ്ങളോ ഒന്നും കേരളത്തിൽ നടക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് എല്ലാ മതത്തിലും പെട്ട ജനങ്ങൾ. ഇനിയിപ്പോൾ ഈ മലപ്പുറത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഗോവിന്ദമാഷയുടെ പ്രസ്താവന ഉദ്ധരിച്ചല്ലോ. ആദ്യം ഗോവിന്ദമാഷ് പറഞ്ഞ എന്താണ്? CPM ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ പാർട്ടികൾ വളരെ സജീവമാണ്. മലപ്പുറത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് RSSന് ഒരിക്കലും സഹിക്കാവുന്നല്ല. 1857 വടക്കേ ഇന്ത്യയിൽ 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ നടന്നപ്പോൾ ഈ കേരളത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള രാഷ്ട്രീയമായ ഗ്രൗണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. തങ്ങളുടെ നേതൃത്വത്തില് ശ്രീ KT ഇപ്പോൾ മതേതര പാർട്ടികളുടെ പട്ടികയിൽ മുസ്ലിം ലീഗിനെ ചേർത്ത് വെക്കുന്നുണ്ട്. മതേതര പാർട്ടികളുടെ പട്ടികയിൽ. മുസ്ലിം ലീഗ് മതപാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചത് CPMന്റെ നേതാക്കൾ തന്നെയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരു മതപാർട്ടിയുടെ പരിവേഷങ്ങൾ തുന്നിക്കൊടുക്കാൻ രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യം മുഖ്യമന്ത്രിയെ അധികരിച്ചുകൊണ്ടാണ് ശ്രീ TP രവീന്ദ്രൻ മാസ്റ്റർ മലപ്പുറത്തെ പറ്റിയുള്ള പരാമർശത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇത് ദീർഘവീക്ഷണത്തോടെ നോക്കി കാണുക, ദീർഘവീക്ഷണത്തോടെ ജാഗ്രതപ്പെടുക എന്നൊരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന വെറുതെ അനാവശ്യമായിട്ടില്ല. അങ്ങനെ ഒരു ഡീകൺസെഷൻ മിസ്റ്റർ ജയേന്ദ്ര മാസ്റ്റർ ഈ ചർച്ചയിൽ നടത്തേണ്ടതില്ല. മുഖ്യമന്ത്രി മലപ്പുറം എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള കസ്റ്റംസിൻ്റെ ഒത്താശയോട് നടക്കുന്ന കള്ളക്കടത്ത് അത് കൂടി വരുന്നു. ആ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പല ബന്ധങ്ങളുണ്ടാകാം. അവിടെ പോലീസ് ആ രീതിയിലാണ് ഇടപെടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ PV അൻവർ എന്ന് പറയുന്ന വിദ്വാൻ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരികയും പത്രസമ്മേളനമൊക്കെ നടത്തിയ ഒരു സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം. അത് ഒരിക്കലും എന്താണ് മലപ്പുറത്തെ സംബന്ധിച്ചല്ല, മലപ്പുറം അത് മുഖ്യമന്ത്രിയുടെ പരാമർശമല്ല എന്ന തരത്തിൽ പിന്നെ തള്ളി പറയേണ്ടി വന്നത് ആ രീതിക്കല്ലാത്തത് കൊണ്ടാണ്. ആ വിഷയം വിശദമായി അന്ന് ചർച്ച ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. മുഖ്യമന്ത്രിക്ക് ആ ഭാഗം അന്ന് അച്ചടിച്ചു വന്ന ഭാഗം തന്റേതല്ല എന്ന് പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന്, അതൊരു ഏജൻസിയുടേതാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ പേരിൽ അച്ചടിച്ചു വന്ന ഒരു ലേഖനത്തിൽ പരാമർശം അദ്ദേഹത്തിന്റെ അല്ലാത്തതുണ്ടായി എന്നുള്ള ജാഗ്രത കുറവിന്റെ ഭാഗമായാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചതും CPMന്റെ നേതാക്കൾ തന്നെയാണ്, ഒരു പക്ഷെ അദ്ദേഹവും തന്നെയാണ്. അപ്പോ ആ ജാഗ്രത ദീർഘദൃഷ്ടിയോടെ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു. മാധു, അതിനെനിക്ക് മറുപടി പറയാൻ അവസരം തരണം. പറയൂ. അല്ല, അതിനെനിക്ക് മറുപടി പറയാൻ അവസരം തരണം. മാധു ഉന്നയിച്ച സ്ഥിതിക്ക്, അതായത് മുസ്ലിം ലീഗ് ഈ അകാലിദൾ പോലെയൊക്കെയുള്ള അകാലിദൾ സിഖ് സമുദായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ മുസ്ലിം സമുദായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന് പഴയ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗുമായിട്ടൊന്നും ബന്ധമില്ല. അത് ഏറെക്കുറെ എന്താണ് സെക്കുലർ നിലപാടെടുക്കുന്നുണ്ട്. സെക്കുലർ നിലപാടെടുക്കുന്ന പല പാർട്ടികളും പലപ്പോഴും എന്താണ് വർഗീയമായ സാമുദായികമായ രാഷ്ട്രീയ കളികൾ നടത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഘടനയിൽ അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് നമ്മൾ പറയില്ല. മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ്. അത് മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്ന് പ്രഖ്യാപിക്കുന്ന പല പാർട്ടികളും ഈ പറയുന്ന വർഗീയ കളികൾ കളിക്കാറുണ്ട്. അതിൽ എടുത്ത് മാറ്റിവെക്കേണ്ട ഏതെങ്കിലും പാർട്ടി ഉണ്ടോ എന്ന് ഉള്ളത് തർക്ക വിഷയവുമാണ്.